അയ്യപ്പ നിന്നയ്ക്ക് കൂട്ടുനിന്ന് സംസ്ഥാന സർക്കാർ. ശബരിമല അയ്യപ്പസ്വാമിയെ അധിക്ഷേപിച്ച ആക്ടിവിസ്റ്റ് സണ്ണി കപ്പിക്കാടിനെതിരെ കേസെടുക്കാതെ സർക്കാർ സംരക്ഷിക്കുകയാണ്. വിവിധ വിഭാഗങ്ങളിൽ നിന്നായി പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ തുടരുകയാണ് ആഭ്യന്തര വകുപ്പ്. എന്തായാലും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ജാതിവെറി മൂത്ത് തന്നെ കിടക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാളുകളായി അദ്ദേഹം നടത്തുന്ന എല്ലാ പ്രസ്താവനകളും ഇതിനെ സാധൂകരിക്കുന്നതുമാണ്. പക്ഷേ സർക്കാരിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം അധികാരത്തിലേറിയതിന് ശേഷം താൻ വലിയൊരു ഹൈന്ദവ വിശ്വാസിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ക്ഷേത്രങ്ങളെല്ലാം കയറിയിറങ്ങുന്നു. ഏറ്റവും ഒടുവിലായി നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവിയെ വരെ സന്ദർശിച്ച ശേഷമാണ് അപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, ആഭ്യന്തര വകുപ്പ്. അത് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയാണെങ്കിൽ തന്നെക്കാൾ വലിയൊരു ഹൈന്ദവ വിശ്വാസി ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ രണ്ടു പേർ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേർ ഉണ്ടായിട്ടും സണ്ണി കപ്പിക്കാടിനെ പോലെ ഒരാൾ, നമുക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ കഴിയാത്തൊരു പ്രസ്താവന നടത്തിയ ആൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ആർജവമില്ല. അതിൽ വലിയ അതിശയമൊന്നുമില്ലല്ലോ അല്ലേ ജിജീഷ്? ആര്യശ്രീ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ പുലർത്തുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ അത് ഹൈന്ദവ വിരുദ്ധമായ ഒരു സമീപനമുണ്ട് കാലങ്ങളായി തന്നെ തുടരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം തന്നെ ആ ഒരു മുഖംമൂടിക്കപ്പുറം നിൽക്കാൻ ശ്രമിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ മറ്റൊരു മുഖംമൂടി ശ്രമിക്കുന്നു, ഹൈന്ദവ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന അതേ ഘട്ടത്തിലാണ് സണ്ണി എം കപ്പിക്കാടിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ നിരന്തരമായ ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ, ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചുകൊണ്ടുള്ള സംഭാഷണങ്ങൾ തന്നെ നടത്തുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമോ അല്ലെങ്കിൽ യാദർശികമായി വന്നുപോയ കാര്യമോ ആയി കരുതാൻ കഴിയില്ല. കൃത്യമായ ആസൂത്രണത്തോടെ ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം വിവിധ ഭാഗങ്ങളിൽ പരാതികൾ ലഭിക്കുമ്പോൾ പോലും കേസെടുക്കാനോ തുടർ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകാനോ തയ്യാറാകുന്നില്ല പോലീസ് സംവിധാനങ്ങൾ എന്നതാണ്. എങ്ങനെയാണ് സണ്ണി എം കപ്പിക്കാടിനെ പോലെ ആക്ടിവിസ്റ്റിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ചില താല്പര്യങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ മതപരമായ താല്പര്യങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കാൻ, കാരണം സണ്ണി എം കപ്പിക്കാടിനെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ പിന്നാലെ നടന്ന് UDF സ്ഥാനാർത്ഥിയാകാൻ, വൈക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ ഏറെ ശ്രമിച്ചയാളാണ്. കോൺഗ്രസ് അനുഭാവിയായി മുന്നോട്ട് പോകുന്നയാളാണ് എന്നത് പരസ്യമായി തന്നെയുള്ള കാര്യമാണ്. അങ്ങനെ ഉള്ള സണ്ണി എം കപ്പിക്കാട് അതേ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ലേബലിലും വരാറുണ്ട്. പലപ്പോഴും തീവ്ര ഇടതുപക്ഷക്കാരൻ എന്ന നിലയിലും അവതരിപ്പിക്കപ്പെടാറുണ്ട്. ആ സണ്ണി എം കപ്പിക്കാടിൽ നിന്നാണ് അയ്യപ്പ സ്വാമിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത്. താൻ ദളിത് ആക്ടിവിസ്റ്റാണ് എന്നെല്ലാം പറയുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കൃത്യം ഇയാളുടെ ഭാഗത്ത് നിന്ന്, സണ്ണി എം കപ്പിക്കാടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നിരവധി പരാതികളാണ്. അതിൽ ശബരിമല കർമ്മസമിതി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് BJP വിവിധ ഘടകങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. സണ്ണി എം കപ്പിക്കാടിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുമായി അടക്കം ബന്ധമുള്ള ഈ ഒരു സംഭവത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശദീകരണത്തിനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല. ദളിത് ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ തന്നെയാണ് മലയര വിഭാഗത്തിൻ്റെ കുലദൈവമായ അയ്യപ്പ സ്വാമിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ സണ്ണി എം കപ്പിക്കാടിൽ നിന്ന് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ സണ്ണി എം കപ്പിക്കാട് അവിടെ ദളിത് ആക്ടിവിസ്റ്റ് ആകുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇങ്ങനെ മലയര വിഭാഗം കൂടി ആരാധിക്കുന്ന, അവർ കാലാനുകാലങ്ങളായി ആരാധ്യ മൂർത്തിയായി കാണുന്ന അയ്യപ്പ സ്വാമിയെ ഈ വിധം അവഹേളിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അയ്യപ്പ സ്വാമിക്ക് മാത്രമല്ല കോടാനുകോടി ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സുകളിലാണ് അത് വലിയ വ്രണപ്പെടുത്തലുണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ മതവികാരങ്ങളിലും അയ്യപ്പ വിശ്വാസങ്ങളിലും, അല്ലെങ്കിൽ ആ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ടാണ് സണ്ണി എം കപ്പിക്കാടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മുന്നിലിരിക്കുന്നത് ഇടത് തീവ്ര ചിന്തകരാണ്, തീവ്രവാദികളാണ് എന്നുണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാമെന്ന നിലയിലേക്ക് സണ്ണി എം കപ്പിക്കാടിനെ പോലുള്ള ആളുകൾ മാറുന്നു. അവരെ ആക്ടിവിസ്റ്റുകളെന്ന് വിളിക്കാൻ കഴിയില്ല. കൃത്യമായി തന്നെ വർഗീയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിച്ച് കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന ആളുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അത്ര ആളുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് വ്യക്തമാണ്. അതെ ജിജീഷ്, എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ
നട്ടെല്ല് വേണം സർക്കാരിന് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ആര്യശ്രീ, ജിജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തെയാണ് കോൺഗ്രസ് വൈക്കത്ത് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ദളിത് ആക്ടിവിസ്റ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറയേണ്ടത് മലയാളിയ വിഭാഗത്തിന്റെ കുലദൈവം ആയിട്ടുള്ള അയ്യപ്പനെയാണ് ഇവിടെ വിമർശിച്ചത്. അതും നമുക്ക് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റാത്തത്ര വളരെ മോശമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നത്. എന്തായാലും ടി ജി മോഹൻദാസിനെയൊക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത പോലീസ്, അതെ, വി ഡി സതീശൻ സർക്കാരിന് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ തൊടാൻ? അത് പരാതികൾക്ക് ഒരു കുറവുമില്ല. BJP-യുടെ പല ഘടകങ്ങൾ പരാതി നൽകി, ശബരിമല കർമ്മസമിതി പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായി തന്നെ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അറസ്റ്റിലേക്കോ വേണ്ട, ഒരാൾ പോലും ഇതിനെതിരെ ഒരു അല്ലെ അപലപിച്ചൊന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. എന്തായാലും കൃത്യമായ ആ ഒരു പൊളിറ്റിക്സ് ഇതിലൂടെ വ്യക്തമാകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രീണനം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും, മലയാളികൾക്ക് തിരിച്ചറിയാൻ കഴിയും.